നമസ്കാരം, എൻ്റെ പേര് ജോളി രാജേന്ദ്രൻ. ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഒരു പ്ലെയിനിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പ്ലെയിൻ ഉദാഹരണം ഈ പേപ്പർ ഒരു പ്ലെയിൻ ആണ് അല്ലെ, ഒരു 2 ഡയമെൻഷണൽ സർഫസ് ആണ് ഈ പേപ്പർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ആക്സിസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ആക്സിസ് ഡിഫൈൻ ചെയ്യും. ആദ്യമായിട്ട് നമ്മൾ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ഡിഫൈൻ ചെയ്യും. ഐ കോൾ ഇറ്റ് എക്സ് ആൻഡ് വൈ. എക്സ് ആക്സിസും വൈ ആക്സിസും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റ് നമ്മൾ ഒറിജിൻ എന്ന് വിളിക്കും. ഒറിജിന്റെ കോർഡിനേറ്റ് 0,0 ആയിരിക്കും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 0, വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോ ഇങ്ങനെ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെ ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാം, ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അടുത്തതായിട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ പോയിന്റ്സിനെ ഡിഫൈൻ ചെയ്യാം നോക്കാം. അപ്പോൾ ഒരു പോയിന്റിനെ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആയിരിക്കും. അതായത് ഇറ്റ് ഈസ് എക്സ് യൂണിറ്റ്സ് ഇൻ ദ എക്സ് ഡയറക്ഷൻ ആൻഡ് വൈ യൂണിറ്റ്സ് ഇൻ ദ വൈ ഡയറക്ഷൻ, അങ്ങനെയായിരിക്കും നമ്മൾ പറയുക. അപ്പൊ P1 എന്ന് പറയുന്ന പോയിന്റ് 1 യൂണിറ്റ് ഇൻ ദ എക്സ് ഡയറക്ഷനും 2 യൂണിറ്റ്സ് ഇൻ ദ വൈ ഡയറക്ഷനുമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം P1 1,2 എന്ന് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇൻ ജനറൽ നമുക്ക് ഒരു പോയിന്റിനെ P ബ്രാക്കറ്റിൽ എക്സ് കോമ വൈ എന്നാണ് എപ്പോഴും ഡിനോട്ട് ചെയ്യുക. അപ്പൊ രണ്ട് പോയിന്റ്സ് ഉണ്ട്, P1 ഉം P2. ഇനി ഇതിനെ കണക്ട് ചെയ്ത ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക, വെക്ടർ എ. അപ്പൊ ഇതിന്റെ n പോയിന്റ്സ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടറിനെ നമുക്ക് എങ്ങനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് രണ്ട് യൂണിറ്റ് വെക്ടേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം along the two coordinates. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആണ് നമുക്കുള്ളത് അല്ലെ. അപ്പോൾ എപ്പോഴും യൂണിറ്റ് വെക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് ഇൻക്രീസിങ് ഡയറക്ഷൻ ഓഫ് ദ ഓർഡിനേറ്റ് ആണ്. അപ്പൊ ഇൻക്രീസിങ് ഡയറക്ഷൻ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 1, 2, 3 ഇങ്ങനെയാണ് എക്സ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എ എക്സിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കണം. വൈ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? 1, 2, 3 ഇങ്ങനെയാണ് അല്ലെ. അപ്പൊ എ വൈയുടെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെക്ടർ എ നമുക്ക് എഴുതാം x2 മൈനസ് x1 ഇൻറ്റു എ വൈ പ്ലസ് y2 മൈനസ് y1 ഇൻറ്റു എ വൈ എന്ന് എഴുതാൻ പറ്റും. അതായത് n പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയാമെങ്കിൽ വെക്ടർ എ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി എന്താണ് x2 മൈനസ് x1? x2 മൈനസ് x1 എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ് അല്ലെ. അപ്പൊ ഈ ലെങ്തിനെ ഞാൻ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാണ്. ഇനി എന്താണ് ഈ y2 മൈനസ് y1? y2 മൈനസ് y1 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഇതിനെ ഞാൻ എ വൈ എന്ന് ഡിനോട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാമല്ലോ വെക്ടർ എ ഈസ് ഈക്വൽ ടു ax ഇൻറ്റു ax ക്യാപ് പ്ലസ് എ വൈ ഇൻറ്റു എ വൈ ക്യാപ് എന്ന് എനിക്ക് എഴുതാം അല്ലെ. അപ്പോൾ ഈ axും എ വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുക ദാറ്റ് ഈസ് എ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ അലോങ് എക്സ് ഡയറക്ഷൻ ആൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ അലോങ് വൈ ഡയറക്ഷൻ എന്നാണ് പറയുക. അല്ലെങ്കിൽ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ എക്സ് കമ്പോണന്റ് ഓഫ് എ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ y കമ്പോണന്റ് ഓഫ് എ എന്നും വിളിക്കാറുണ്ട്. അടുത്തതായിട്ട് ഒരു പ്രോബ്ലം നോക്കാം. എ വെക്ടർ എ ഈസ് റെപ്രസെന്റഡ് ബൈ ആൻ ആരോ വിത്ത് ഇനിഷ്യൽ പോയിന്റ് 4,2 ആൻഡ് ടെർമിനൽ പോയിന്റ് 5,-1. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ എഴുതും? ഇവിടെ നമുക്ക് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. x1 y1 അറിയാം, പിന്നെ x2 y2 അറിയാം. അപ്പം വെക്ടർ എയുടെ എക്സ്പ്രഷൻ നമ്മൾ എഴുതാൻ പഠിച്ചായിരുന്നു. എന്താണ്? x2 മൈനസ് x1 ഇൻറ്റു ax പ്ലസ് y2 മൈനസ് y1 ഇൻറ്റു എ വൈ. ഇതാണ് ഇക്വേഷൻ അല്ലെ. അപ്പോൾ ഇവിടെ x2 എന്താണ്? x2 5 ആണ് അല്ലെ. 5. x1 എന്താണ്? 4 ആണ് അല്ലെ. 5 മൈനസ് 4 ഇൻറ്റു ax പ്ലസ് y2 എത്രയാണ്? -1 -2 അല്ലെ ഇൻറ്റു എ വൈ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു ax മൈനസ് 3ay എന്ന് കിട്ടും. അപ്പൊ വെക്ടർ എയുടെ എക്സ്പ്രഷൻ എന്താണ്? വെക്ടർ എ ഈസ് ഈക്വൽ ടു ax മൈനസ് 3ay. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ടേംസ് ഓഫ് ax ആൻഡ് ay ഡിറ്റർമിൻ എ യൂണിറ്റ് വെക്ടർ മേക്കിംഗ് ആൻ ആംഗിൾ +60 വിത്ത് എക്സ് ആക്സിസ്. അതായത് എക്സ് ആക്സിസ് ഇതാണെന്ന് വിചാരിക്കുക. ഇതിന് ഒരു 60 ഡിഗ്രി മേക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് വെക്ടറെ കണ്ടുപിടിക്കണം. ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അപ്പോൾ നമുക്കറിയാം ax² പ്ലസ് ay² എന്ന് പറയുന്നത് 1 ആയിരിക്കും. അങ്ങനെയാണ്. അതുപോലെ തന്നെ വാട്ട് ഈസ് ax? ax എന്ന് പറഞ്ഞാൽ എക്സ് കമ്പോണന്റ് ഓഫ് എ ആണ് അല്ലെ. അതെന്ന് പറയുന്നത് എന്തായിരിക്കും?
ദ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും ഇതിന്റെ കേസിൽ. പിന്നെ എന്തായിരിക്കും? cos 60 ആയിരിക്കും അല്ലേ? ഇതല്ലേ എ എക്സ് എന്ന് പറയുന്നത്. ഇതാണ് എ എക്സ്. എ വൈ എന്ന് പറയുന്നത് എന്താണ്? പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ എലോങ് വൈ ഡയറക്ഷൻ. അപ്പൊ എ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ വൈ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ക്യാപ് ഇൻറ്റു സൈൻ 60 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് അല്ലെ? ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? √3/2 ആയിരിക്കും. അപ്പൊ വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ എ ക്യാപ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എ എക്സ് ഇൻറ്റു എ എക്സ് പ്ലസ് എ വൈ ഇൻറ്റു എ വൈ ക്യാപ് ആയിരിക്കും അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ എക്സ് പ്ലസ് √3/2 ഇൻറ്റു എ വൈ. So this is a unit vector that is making an angle 60 degree with the x-axis. അപ്പോൾ അടുത്ത പ്രോബ്ലം നോക്കാം. In terms of ax and ay, determine the unit vector making an angle -30 with x-axis. അതായത് ഇത് x-axis ആണെങ്കിൽ ഇതിന് -30 ഡിഗ്രി മേക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് വെക്ടർ നമ്മൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ യൂണിറ്റ് വെക്ടർ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് എന്താണ്? മാഗ്നിറ്റ്യൂഡ് എപ്പോഴും 1 ആയിരിക്കും അല്ലേ? മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു യൂണിറ്റ് വെക്ടറിനെ നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും റിസോൾവ് ചെയ്താൽ എന്ത് കിട്ടും? എ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ എക്സ് ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്യാപ് ഇൻറ്റു കോസ് -30 ആയിരിക്കും അല്ലേ? അതായത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു √3/2. ഇനി വാട്ട് വിൽ ബി എ വൈ? y കമ്പോണന്റ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു സൈൻ -30 ഇല്ലേ? അപ്പം അതെന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു -12. അപ്പൊ വെക്ടർ എങ്ങനെയായിരിക്കും? എ ക്യാപ് വിൽ ബി ഈക്വൽ ടു എ എക്സ് ഇൻറ്റു എ എക്സ് ക്യാപ് പ്ലസ് എ വൈ ഇൻറ്റു എ വൈ ക്യാപ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഇസ് ഈക്വൽ ടു √3/2 ഇൻറ്റു എ എക്സ് പ്ലസ് -12 ഇൻറ്റു എ വൈ. അപ്പൊ ഇതാണ് the unit vector making an angle -30 degree with the x-axis. അടുത്ത ചോദ്യം, in terms of ax and ay, determine the unit vector in the same direction of 3ax plus 4ay. അതായത് ഒരു വെക്ടർ തന്നിട്ടുണ്ട്, അതിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യൂണിറ്റ് വെക്ടറിന്റെ പ്രത്യേകത നമുക്കറിയാം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ യൂണിറ്റ് വെക്ടർ എ കണ്ടുപിടിക്കാൻ എന്ത് മതി? ഇത് ഇറ്റ് വിൽ ബി ദ സെയിം ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ബട്ട് ഹാവിങ് എ മാഗ്നിറ്റ്യൂഡ് 1 അല്ലേ? അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. അപ്പൊ എന്തായിരിക്കും? 3ax പ്ലസ് 4ay ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3² പ്ലസ് 4². ഇതാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ? അപ്പൊ എന്ത് കിട്ടും? 3ax പ്ലസ് 4ay ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 9 പ്ലസ് 16, അതായത് √25 എന്ന് കിട്ടും. അതായത് 3ax പ്ലസ് 4ay ഡിവൈഡഡ് ബൈ 5. ഇതാണ് 3/5ax പ്ലസ് 4/5ay ആണ് യൂണിറ്റ് വെക്ടർ എ ക്യാപ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പോയിന്റിനെ എങ്ങനെ 2 ഡയമെൻഷനിൽ റെപ്രസെന്റ് ചെയ്യാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എന്ന് പഠിച്ചു. പിന്നെ ഒരു വെക്ടറിനെ എങ്ങനെ 2Dയിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ കുറച്ച് പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്തു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് 3 ഡയമെൻഷണൽ സ്പേസിൽ എങ്ങനെ ഒരു വെക്ടറിനെയും ഒരു പോയിന്റിനെയും റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം. താങ്ക് യു.